ഇന്ത്യൻ ചരിത്രത്തിലെ നിർണായക കാലഘട്ടമായ 1857 മുതൽ 1947 വരെയുള്ള സംഭവവികാസങ്ങളെക്കുറിച്ചാണ് ഈ ഭാഗത്തിലൂടെ വിശദമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇന്ത്യൻ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം 1857 എന്ന വർഷത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ടെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അതുവരെയും ഇന്ത്യയെ കീഴടക്കിയ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യൻ ഭരണത്തിന് തന്നെ അന്ത്യം കുറിക്കുകയാണ്. ഏതായാലും 1857 ഇപ്പുറം 1947 വരെയും ഇന്ത്യൻ ഭൂപ്രദേശത്തിന്റെ ഭരണം ബ്രിട്ടീഷ് രാജ്യത്തിന് കീഴിൽ നേരിട്ട് വരികയാണ് ഉണ്ടായത്. മറ്റൊരർത്ഥത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഔപചാരികമായി പിരിച്ചുവിടപ്പെടുകയും അവർ നിയന്ത്രിച്ചിരുന്ന പ്രദേശങ്ങളും അവർക്ക് കീഴിൽ നിന്നിരുന്ന നാട്ടുരാജ്യങ്ങളുമൊക്കെ തന്നെയും ഇംഗ്ലീഷ് ഭരണ മേധാവിയുടെ അഥവാ ബ്രിട്ടീഷ് ക്രൗണിന്റെ നേരിട്ടുള്ള ചുമതലയിലായി. 1857 മുതൽ 1947 വരെയുള്ള ഈ കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് രാജ് എന്ന വിശേഷണത്തിൽ വരുന്നത്. 1800 വരെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനി വളരെയധികം യുദ്ധങ്ങൾ ഇന്ത്യൻ മണ്ണിൽ നടത്തുകയും അതിലൂടെ അവരുടെ സാമ്രാജ്യത്വ വികസനം നിർമ്മിച്ച് അവരുടെ നിയന്ത്രണത്തിലൂടെയുള്ള ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ കൊണ്ടുവരികയാണ് ഇവിടെ ചെയ്തത്. എന്നാൽ 1800-കൾക്കിപ്പുറം നിയമനിർമ്മാണങ്ങളിലൂടെയും മറ്റ് ഇന്ത്യൻ വ്യവസ്ഥയെ തന്നെ മാറ്റിക്കൊണ്ട് അവർക്ക് കീഴിൽ കൊണ്ടുവരാനുള്ള നിയമ നടപടികളാണ് ഇന്ത്യൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എടുത്തത്. ഇത് സ്വാഭാവികമായും വലിയ എതിർപ്പിന് കാരണമാകുകയും ചെയ്തു. ഇത്തരത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യൻ കൈകടത്തലുകളാണ് 1857 വിപ്ലവത്തിന് തുടക്കമിട്ടത് എന്ന് തന്നെ പറയാം. ഇത്തരത്തിലുള്ള വലിയൊരു സമരം ഉണ്ടായത് ഇന്ത്യയിലെ ഭരണക്രമത്തെപ്പറ്റി തന്നെ ആഴത്തിൽ ചിന്തിക്കുന്നതിന് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ നിർബന്ധിതരാക്കുകയാണ്. അങ്ങനെയാണ് 1858 ഓഗസ്റ്റ് 2-ാം തീയതി ബ്രിട്ടീഷ് പാർലമെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയത്. ഇന്ത്യയുടെ ഭരണം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയുള്ള ആക്ട് എന്ന നിലയിൽ ഇത് ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ഈ ആക്ട് അനുസരിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിരിച്ചുവിടപ്പെട്ടു. അവർ പ്രതിനിധാനം ചെയ്തിരുന്ന ഭരണം ബ്രിട്ടീഷ് ക്രൗണിലേക്ക് നേരിട്ട് മാറ്റപ്പെടുകയുണ്ടായി. അങ്ങനെ ബ്രിട്ടീഷ് രാജ് എന്ന കാലഘട്ടം തന്നെ ഇന്ത്യയിൽ ഉണ്ടാവുകയാണ്. ബോർഡ് ഓഫ് കൺട്രോളിന്റെ അധ്യക്ഷ സ്ഥാനത്ത് ഇന്ത്യ കാര്യങ്ങൾക്കായി ക്യാബിനറ്റ് പദവിയുള്ള ഒരു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് നിയമിതനായി. അദ്ദേഹത്തെ സഹായിക്കുവാനായി 15 അംഗങ്ങളുള്ള ഒരു വിഭാഗം നിർമ്മിക്കപ്പെട്ടു. ഗവർണർ ജനറലിന് വൈസ്രോയ് എന്ന പേരുകൂടി വരികയുണ്ടായി. അപ്രകാരം ഈ സമയത്ത് ഗവർണർ ജനറൽ അല്ലെങ്കിൽ വൈസ്രോയ് എന്നത് ലോർഡ് വിസ്കോൺ കാനിങ് ആയിരുന്നു. അതായത് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയ് എന്നത് ലോർഡ് കാനിങ് എന്നത് തന്നെ. ഏതായാലും 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നത് കലാപത്തിൽ നിന്നിരുന്ന ഇന്ത്യൻ ജനതയെ തണുപ്പിക്കാനുള്ള ഒരു തന്ത്രം കൂടിയായി കാണാവുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇനി ക്വീൻ വിക്ടോറിയ നേരിട്ട് കേൾക്കും എന്ന പ്രതീതി ബ്രിട്ടീഷുകാർ ഇവിടെ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ദത്താപഹാര നിയമം നിർത്തലാക്കിയും ബാക്കിയുണ്ടായിരുന്ന ഇന്ത്യൻ രാജാക്കന്മാർക്ക് ബ്രിട്ടീഷ് ഭരണത്തെ അംഗീകരിച്ചാൽ സ്വതന്ത്രമായി തന്നെ തുടരാമെന്നും സിവിൽ സർവീസിലേക്ക് ഇന്ത്യക്കാരെ എടുക്കും തുടങ്ങി പല നടപടികളും ഇന്ത്യൻ ജനതയെ തണുപ്പിക്കുന്നതിന്റെ ഭാഗമായി അവർ കൊണ്ടുവന്നു. ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ 1858 നവംബർ 1-ാം തീയതി വിക്ടോറിയ രാജ്ഞി പുറപ്പെടുവിച്ച വിളംബരം എന്ന നിലയിൽ ഇന്ത്യയിൽ അവതരിക്കപ്പെട്ടത്. വിക്ടോറിയ രാജ്ഞി ഇന്ത്യക്കാരെ സൗഹൃദപരമായ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന നിലയിൽ ഇന്ത്യൻ ജനങ്ങളിലേക്ക് കടന്നു ചെന്നു. പക്ഷേ ഇതിനപ്പുറം ബ്രിട്ടീഷുകാർ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. അഥവാ ബ്രിട്ടീഷിന്റെ പ്രശസ്തമായ ഡിവൈഡ് ആൻഡ് റൂൾ ഇവിടെ നിന്ന് തന്നെ ആരംഭിക്കുകയും ചെയ്തു. മറ്റൊരർത്ഥത്തിൽ ഇന്ത്യക്കാർ എല്ലാവരും ഒന്നിച്ചാൽ അതിനെ തടയുക ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാരും അതുകൊണ്ട് തന്നെ വിഭജിച്ച് ഭരിക്കുക എന്ന തത്വം ഇവിടെ ഉണ്ടാക്കുകയാണ്. അപകടമാവുന്ന സൈനിക മേഖലയിലാണ് ബ്രിട്ടീഷ് ആദ്യം തന്നെ ഇതിൽ ശ്രദ്ധ ചെലുത്തിയത്. സൈന്യത്തിൽ ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള അനുപാതം 2-1 എന്ന നിലയിൽ മാറ്റുകയുണ്ടായി. തന്ത്രപ്രധാനമായ മേഖലകളിൽ ഇംഗ്ലീഷുകാരെ കൂടുതലായി നിയമിക്കുകയും ചെയ്തു. വിഭജിക്കുന്ന തന്ത്രത്തിന്റെ ഭാഗമായി ജാതിമത പ്രാദേശിക ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സൈനിക വിഭാഗങ്ങളെ നിർമ്മിക്കുവാൻ ആരംഭിച്ചു. 1857 കലാപകാലത്ത് ബ്രിട്ടീഷുകാരെ സഹായിച്ച വിഭാഗങ്ങൾക്ക് സൈനിക മേഖലയിൽ പ്രത്യേക പരിഗണന നൽകുകയും കലാപത്തിൽ പങ്കെടുക്കാത്ത വിഭാഗങ്ങളെ കടുത്ത വിവേചനത്തിന് ഇരയാക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ദേശീയ വികാരം എന്നൊരു സംഭവത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുവാനും സൈനികരെ തന്നെ വേർതിരിക്കുവാനുമുള്ള ബോധപൂർവമായ ബ്രിട്ടീഷിന്റെ ഒരു തന്ത്രം തന്നെയായിരുന്നു ഈ കാലത്തെടുത്ത നടപടികൾ. ഇത്തരത്തിൽ പുറത്ത് ഇന്ത്യയിലെ ജനങ്ങൾക്കായി പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നു എന്ന പ്രതീതി ഉണ്ടാക്കിയെങ്കിൽ പോലും പുറകിൽ വിഭജിച്ച് ഭരിക്കുക എന്ന നെറികെട്ട തന്ത്രത്തിലേക്ക് തന്നെ ബ്രിട്ടീഷ് കടന്നു ചെന്നിരുന്നു. 1857 വിപ്ലവത്തിനപ്പുറം ഇന്ത്യൻ ഭരണാധികാരികളെയും നാടുവാഴികളെയും ഒക്കെ പ്രീണിപ്പിക്കുന്നതിന്റെ ഭാഗമായി ബ്രിട്ടീഷ് പിന്തിരിപ്പൻ നയങ്ങൾക്ക് മുന്നിൽ കണ്ണടച്ചു. അങ്ങനെ സാധാരണക്കാർ ഇതിനിപ്പുറം വലിയ തോതിൽ തന്നെ ദുരിതം അനുഭവിക്കാനും ആരംഭിച്ചു.
ഇത്തരത്തിലുള്ള ഒരു നടപടി ആ കാലത്തെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമായ ഒരു തുടക്കത്തിന് വഴിയൊരുക്കുകയാണ് ചെയ്തത്. മറ്റൊന്ന്, ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങളും കലാപങ്ങളും ഒക്കെ പിൽക്കാലത്തെ ഇന്ത്യൻ ദേശീയ നയത്തെ തന്നെ ഉണർത്തുന്നതിന് കാരണമായി മാറി എന്ന് തന്നെ പറയാം. ഏതായാലും പിൽക്കാലത്തുണ്ടായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ആകെ തന്നെ കരുത്ത് പകർന്നതിനും പഴയകാല ചരിത്ര സംഭവങ്ങൾ നിർണായക ഘടകമായി മാറുകയുണ്ടായി. ഏതായാലും 1858 മുതൽ 1900 വരെയുള്ള കാലഘട്ടം ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയുണ്ടായി. ആ ചരിത്രം അടുത്ത ഭാഗത്തിലൂടെ പരിചയപ്പെടുത്തുന്നതാണ്.